ഇത് സിസ്റ്റർ അനുഷ. സിസ്റ്ററിൻ്റെ സഭാവിസ്തൃ സ്വീകരണത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ പള്ളിയിൽ ഒരു കൃതജ്ഞതാബലിയും അനുമോദന സമ്മേളനം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ ജിന്നിയും ബീനയാണ് അൾത്താരയും പള്ളിയൊക്കെ അലങ്കരിക്കാൻ പൂവ് റെഡിയാക്കുന്നത് കേട്ടോ, ബൊക്കെയൊക്കെ റെഡിയാക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ടാണ് കേട്ടോ അവരത് ചെയ്യാറ്. എല്ലാ വിശേഷങ്ങൾക്കും അവർ തന്നെ ഇപ്പം ചെയ്യുന്നത്. അതും ഒരു കല തന്നെയല്ലേ ശരിക്കും. യൂത്താണ് ബലൂൺ വീർപ്പിക്കലും ആർച്ച് നിർമ്മാണവും മറ്റു അലങ്കാരങ്ങളൊക്കെ ചെയ്തത് കേട്ടോ. ഇടവകപ്പള്ളിയിലായിരുന്നാലും വീട്ടിലായിരുന്നാലും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്കും ഒരു രസമാണല്ലേ, സന്തോഷമാണല്ലേ. ശരിക്കും പലപ്പോഴും ഇപ്പം നമുക്കത് മിസ് ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ പള്ളിയിൽ വന്ന് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിന്നതുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണം എല്ലാവർക്കും പള്ളിയിലുണ്ടായിരുന്നു കേട്ടോ. നല്ല കൊള്ളി വേവിച്ചതും ചിക്കൻ കറിയായിരുന്നു. ചേട്ടന്മാരാണ് കേട്ടോ അത് റെഡിയാക്കി തന്നെ. ഉച്ചയ്ക്ക് ഊണിന് ശേഷമാണ് കാഴ്ചവെപ്പിനുള്ള കാര്യങ്ങൾ ഒരുക്കി തുടങ്ങിയത്. അതിൻ്റെ നേതൃത്വം കൊടുത്തത് നവ്യയും ദിവ്യയാണ് കേട്ടോ. അവർ രണ്ടുപേരാണ് ഏറ്റവും മനോഹരമായിട്ട് കാഴ്ചവെപ്പിനുള്ള കാര്യങ്ങൾ ഒരുക്കിയത്. നവ്യ അക്കാര്യത്തിൽ വളരെ മിടുക്കിയായ കുട്ടിയാട്ടോ. നല്ല രീതിയിൽ എന്താ പറയുക, കരവിരുതുള്ള കുട്ടിയാണ് നവ്യ. അതൊരു ഭാഗ്യമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്, അതിനുള്ള കഴിവുള്ളത്. അപ്പോൾ അങ്ങനെ കാഴ്ചവെപ്പിനൊക്കെ എല്ലാവരും അണിനിരന്നിട്ടുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് സമയമായി. പോളിക്കണ്ണുക്കാടൻ പിതാവിൻ്റെ ആയിരുന്നു വിശുദ്ധ കുർബാന, പിതാവിൻ്റെ നേതൃത്വത്തിൽ. അങ്ങനെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ആ ഒരു ശനിയാഴ്ച. അപ്പോൾ എനിക്കും അതിൽ പങ്കുപറ്റാൻ പറ്റി. ആദ്യമായിട്ട് ഇങ്ങനൊരു പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി, അതിൻ്റെ അനുമോദന സമ്മേളനത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി. അതൊക്കെ ഒരു വലിയൊരു കാര്യമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് വന്നു ചേരും. പലതും നമുക്ക് ചെയ്യാൻ പറ്റും, പല കാര്യങ്ങളിലും നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അതൊന്നും നമ്മൾ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടോ പ്ലാൻ ചെയ്തിട്ടോ അല്ല കേട്ടോ, തമ്പുരാൻ നമുക്ക് ഒരുക്കി തരുന്നതാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഇത്ര മനോഹരമാക്കാൻ ഇടവക ഒരേ മനസ്സോടെ ഒപ്പമുണ്ടായിരുന്നു. ഇന്നത്തെ ഈ പരിപാടി മനോഹരമാക്കാൻ പ്രയത്നിച്ചവർക്കും നന്ദി പറയുന്നതിനായി സിസ്റ്റർ അനുഷയുടെ പിതാവ് ശ്രീ ആന്റണി മല്ലൂരിയെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അത്താഴത്തോടു കൂടിയാണ് കേട്ടോ ഞങ്ങളുടെ അന്നത്തെ പരിപാടികളെല്ലാം അവസാനിച്ചത്. അപ്പോൾ ബൈ.